ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനാദരവുള്ള ഉസ്താദുമാരെ, പ്രിയ നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഞങ്ങളിവിടെ സമാഗതമായതിന്റെ ഉദ്ദേശം കൽബുള്ളവരെ കരയിപ്പിക്കുന്ന കണ്ണീരിൽ കുതിർത്തൊരു കഥ പറയാനാണ്. ഞങ്ങളുടെ കഥയുടെ പേര് അടർക്കളത്തിലെ പടക്കുതിര. അതെ, അടർക്കളത്തിലെ പടക്കുതിര. അഹേദോന്റെ തിരുനാമം മൊളിന്ത് കൊണ്ടി വീടുത്തിൽ അഹ്മദ് നബിയോരിൽ സലാമൂരത്ത് കഥകൾ പറയട്ടെ അനുജരിൽ അഹ്ലുബൈത്തിൽ. അഹേദോന്റെ തിരുനാമം മൊളിന്തു കൊണ്ടി വീടുത്തിൽ അഹ്മദ് നബിയോരിൽ സലാമൂരത്ത് കഥകൾ പറയട്ടെ അനുജരിൽ അഹ്ലുബൈത്തിൽ. പതിവിന് വിപരീതമായി ചിന്താഭാരവുമായാണ് മദീന നഗരം ഉണരുന്നത്. എന്തോ പന്തികേട് സംഭവിച്ചിട്ടുണ്ട് എന്നതുപോലെ എന്തോ പ്രതികാരദാഹമാണല്ലോ എല്ലാവരുടെയും മുഖങ്ങളിൽ പറഞ്ഞു പോകുന്നത്. എന്താണ് അവിടെ? മസ്ജിദ് നബിയുടെ ഓരങ്ങളിൽ ചിന്തയിലാണ്ടിരിക്കുന്നത് ജാഫർ ബിൻ അബീ ത്വാലിബ് തന്നെയല്ലേ? അതെ, ആരംഭപ്പൂവായ റസൂലിന്റെ എല്ലാമായ അബീ ത്വാലിബിന്റെ പുത്രൻ, ധീരനും വീരനുമായ അലിയാർ തങ്ങളുടെ സഹോദരൻ. കണ്ടാൽ റസൂലുള്ളാഹിന് തോന്നിപ്പോകും അതേ മുഖം, അതേ കണ്ണുകൾ. വരൂ, നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കാതോർക്കാം. പരിശുദ്ധ റസൂലിന്റെ തിരുസത്യം പീടുത്താരിൽ ബസറയിൽ ചെന്നാരെ, അവിടെ പരിപൂർണ മതത്തിന്റെ തിരുസത്യം പരത്തുവാൻ വിധിച്ചൊരു പുന്നാരെ, അവരെ ശുറഹബിൽ കൊന്നാരെ. പരിശുദ്ധ റസൂലിന്റെ തിരുസത്യം പീടുത്താരിൽ ബസറയിൽ ചെന്നാരെ, അവിടെ പരിപൂർണ മതത്തിന്റെ തിരുസത്യം പരത്തുവാൻ വിധിച്ചൊരു പുന്നാരെ, അവരെ ശുറഹബിൽ കൊന്നാരെ. ആദരവായ റസൂലിന്റെ പരിശുദ്ധ പ്രസ്ഥാനമായ ദീനുൽ ഇസ്ലാമിനെ ബസ്രയിൽ പ്രചരിപ്പിക്കാനെത്തിയ ഹാരിസ് ബിൻ ഉമൈർ റളിയല്ലാഹുവിനെ ശുർഹബീൽ എന്ന നീചൻ കൊന്നുകളഞ്ഞിരിക്കുന്നു. ഇല്ല, ഇനി നമ്മുടെ ഹാരിസ് ഒരിക്കലും തിരിച്ചില്ല. ഇല്ല, അവന് ഞാൻ വെറുതെ വിടുകയില്ല. അണ പൊട്ടിയേകുന്ന കണ്ണീർ കണങ്ങൾക്കിടയിലും ജഅഫർ റളിയല്ലാഹു ഒരു പുലിക്കുട്ടിയെ പോലെ നിന്ന് ചീറ്റി. മദീനയിൽ യുദ്ധകാഹളം മുഴങ്ങാനിരിക്കുകയാണ്. സ്വഹാബി വര്യന്മാരുടെ രക്തം തിളച്ചു പറയുന്നു. 3000-ഓളം വരുന്ന രണവീരന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾക്ക് കാതോർക്കുകയാണ്. എന്തായിരിക്കും റസൂൽ അവരോട് പറഞ്ഞത്? ലോകവും ജയിക്കുവാൻ അഖിലവും ത്യജിച്ചുള്ളോര് തിരുതോഹ റസൂലുള്ളാഹിന്റെ അമറായ സ്വഹാബത്തോര്, ഇരുലോകവും ജയിക്കുവാൻ അഖിലവും രചിച്ചുള്ളോര്. സെയ്ദ് ബിൻ ഹാരിസ് മുന്നിൽ നിന്ന്, ജഅഫറും അബ്ദുള്ള പിന്നിൽ നിന്ന്, അടുതിയിൽ അടലിത മുന്നിത ചെന്നിടാൻ ഫിർദൗസ് കനിയണം റഹീമായോനെ. ചേലോടെ ദീനിനെ നിർത്തണം ഖദീമായോനെ. തിരുതോഹ റസൂലുള്ളാഹിന്റെ അമറായ സ്വഹാബത്തോരെ, ഇരുലോകവും ജയിക്കുവാൻ അഖിലവും രചിച്ചുള്ളോര്. സെയ്ദ് ബിൻ ഹാരിസിന് വല്ലതും സംഭവിച്ചാൽ ഈ സൈന്യത്തിന്റെ നേതൃത്വം ഞാൻ ഏറ്റെടുക്കണം. ഞാൻ തന്നെ ആദരവായ റസൂലിന്റെ പരിശുദ്ധ ദീനിന് വേണ്ടി കാവൽ നിൽക്കാൻ റസൂലുള്ളാഹി എന്നെ ഏൽപ്പിച്ചല്ലോ. അൽഹംദുലില്ലാ. എത്രയും പെട്ടെന്ന് യാത്ര തിരിക്കണം. തന്റെ പ്രിയതമയോട് യാത്ര ചോദിക്കണം. അസ്മ, അതെ, അവൾ പാവമാണ്. ജീവിതത്തിന്റെ മധുനുകർന്ന വസന്തരാവുകൾ ഏറെയൊന്നും അവൾ അനുവദിച്ചിട്ടില്ല. എന്റെ പൊന്നുമോൻ എല്ലാം ഒരു നിശാഗന്ധ പോലെ കെട്ടടങ്ങുകയാണോ? ജഅഫർ റളിയല്ലാഹു നേരെ ദുഃഖിതനായി തന്റെ വീട്ടിലേക്ക് നടന്നകുന്നു. എന്നാൽ ഇതെല്ലാം കണ്ടും കേട്ടും ആദരവായ ജഅഫർ റളിയല്ലാഹുവിന്റെ പ്രിയ പത്നി അസ്മ വാതിൽക്കൽ തന്നെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ജഅഫർ റളിയല്ലാഹു ഓടിച്ചെന്ന് അവളെ മാറോടടിച്ചു പിടിച്ചു. അസ്മ, അസ്മ, ഇല്ല, യാത്ര കുടുങ്ങി. വരട്ടെ മോളെ, നാളെ റബ്ബിന്റെ സ്വർഗ്ഗ ലോകത്ത് നമുക്ക് ഒരുമിച്ച് കൂടാം. നയാഗ്ര വെള്ളച്ചാട്ടം പോലെ നിറഞ്ഞൊഴുകി. തന്റെ പടക്കുതിരയുടെ മുകളിലേക്ക് കയറാനൊരുങ്ങുമ്പോൾ പിന്നിൽ നിന്നൊരു വിളി, ഉപ്പാ, മനസ്സിലേക്ക് പാഞ്ഞു കയറി. തന്റെ പിഞ്ചോമനയെ ചേർത്തു പിടിച്ചങ്ങനെ നിൽക്കുമ്പോൾ തന്റെ പടവാൾ നൽകിക്കൊണ്ട് ആ ധീര വനിത പറയുകയാണ്, പ്രിയനേ നീ അടർക്കാളത്തിൽ
പടച്ചോൻ വിളിക്കുന്നുണ്ടതിൽ ക്ഷണത്തിൽ പോണം പ്രിയനേ നീ അടർക്കാളത്തിൽ പടച്ചോൻ വിളിക്കുന്നുണ്ടതിൽ ക്ഷണത്തിൽ പെരിയോൻ്റെ മറന്ന് ക്ഷമിച്ചിടാം ഞാൻ പൂമോൻ ഇരന്നിടും സുവർഗം കൂടാൻ പോണം പ്രിയനേ നീ അടർക്കാളത്തിൽ പടച്ചോൻ വിളിക്കുന്നുണ്ടതിൽ ക്ഷണത്തിൽ മൂത്തതിന്റെ പടക്കം പാരാവാരം പോലെ 1,00,000-ഓളം ശത്രുക്കൾ പരന്നു കിടക്കുന്നു. ശത്രുവിന്റെ അംഗബലം മുസ്ലിം സൈന്യത്തെ ഒരിക്കലും താഴ്ത്തിയില്ല. സയ്യിദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു ദീനിന്റെ വിശുദ്ധ പതാക കയ്യിൽ നിന്നുകൊണ്ട് മുന്നിൽ നിന്ന് പടകെട്ടുകയാണ്. സുബ്ഹാനല്ലാഹ്, നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഒരു കാബാലികന്റെ വെട്ടേറ്റുകൊണ്ട് മഹാനവറുകളുടെ രക്തത്തിൽ കുളിക്കുമ്പോൾ ആ വിശുദ്ധ പതാക നെഞ്ചേറ്റിക്കൊണ്ട് ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ശത്രുപാളയത്തിലേക്ക് ഒരു ഇരയെ കണ്ട സിംഹത്തെ പോലെ ഇരഞ്ഞു കയറി തലങ്ങും വിലങ്ങും നോക്കി വെട്ടി ശത്രുക്കളുടെ തലകൾ അന്തരീക്ഷത്തിൽ കരിയിലകളെ പോലെ പാറി നടന്നു. എന്നിട്ടോ ചടികുയർന്ന് തകർക്കുന്നേ വള്ളൽ തിരുമഹമൂദിൻ തൃക്കോടി ഇട്ടിച്ച വിട്ടുന്നോരാരടാ വമ്പുറ്റ ജഫർ അലി അൽദവീര ചടികുയർന്ന് തകർക്കുന്നേ വള്ളൽ തിരുമഹമൂദിൻ തൃക്കോടി ഇട്ടിച്ച വിട്ടുന്നോരാരടാ അമ്പമ്പോ അമ്പുകൾ വന്ന് ചിരിട്ട് നെഞ്ച് പിളർത്തിടേ അമ്പമ്പോ അമ്പുകൾ ചീറി വന്നിട്ട് ഒരു കാബാലികന്റെ വെട്ടേറ്റുകൊണ്ട് മഹാനവറുകളുടെ ഇടതുകൈ അറ്റു തൂങ്ങി. ഇല്ല, അധികം താമസിച്ചില്ല. അതിനു മുമ്പ് തന്നെ വലതുകൈയും അറ്റു തൂങ്ങി. ഇല്ല, എന്റെ ഇരു കൈകളും ഛേദിക്കപ്പെട്ടിട്ടും പരിശുദ്ധ ദീനിന്റെ പതാക നിലത്തിട്ട് ചവിട്ടാൻ ഒരു ധിക്കാരിയും ഞാൻ അനുവദിക്കില്ല. തന്റെ കൗതി ഛേദിക്കപ്പെട്ട കൈത്തണ്ടകൾക്കിടയിലൂടെ ആ വിശുദ്ധ പതാക നെഞ്ചോട് ചേർത്തുകൊണ്ട് ആ ധീരയോദ്ധാവ് സധൈര്യം നിലകൊണ്ടു. സുബ്ഹാനല്ലാഹ്, ശത്രുക്കൾ അദ്ദേഹത്തെ കടിച്ചു കുടഞ്ഞു. ശത്രുവിന്റെ ഭാഗത്തുള്ള ഒരു ചാട്ടുളി ആ ധീരയോദ്ധാവിന്റെ മാറിടം പിളർത്തി. ആ രണ്ടു നയനങ്ങൾ പതുക്കെ അടഞ്ഞു. തന്റെ സ്വപ്നങ്ങളെല്ലാം നാളേക്ക് മാറ്റിവെച്ച് ആ ധീരയോദ്ധാവ് മാലാഖമാർക്കൊപ്പം സുവർഗ ലോകത്തേക്ക് പറന്നു. 100ഓളം മുറിവുകളേറ്റിട്ടും തന്റെ 2 കൈകളും ഛേദിക്കപ്പെട്ടിട്ടും തന്റെ സ്വപ്നങ്ങളെല്ലാം നാളേക്ക് മാറ്റിവെച്ച ആ ധീരയോദ്ധാവിനെ ആർക്കാണ് മറക്കാനാവുക? ആർക്കാണ് ഓർക്കാതിരിക്കാനാവുക? മയ്യത്ത് മുന്നിൽ വാപ്പ മയ്യത്ത് എത്തിമായി തീർന്നു പൂമോൻ ആ നിമിഷം മുതൽ കണ്ണീര് മുത്തതിന്റെ പടർക്കളത്തിൽ തന്റെ ചെഞ്ചോര വീഴ്ത്തിയ ജഅഫർ ബിൻ അബീ ത്വാലിബ് എന്ന ധീര യോദ്ധാവിന്റെ കൂടെ നാഥൻ നമ്മെ സുവർഗ ലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. തമ്പൂരാനൽ ഹംദു നായകൻ അവനിൽ സ്തുതിയോദാം ഞങ്ങള് ആരിൽ മുഹബ്ബത്തും മദിയോളി മുത്തും ആശികമുത്ത് റസൂലര് ആശികമുത്ത് റസൂലരേ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതോടുകൂടി